അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മൾ ആരിലൊക്കെ വിശ്വസിക്കും? ദൈവത്തിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്? യേശുവിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്? എന്ത് ചെയ്യുന്നു? യേശുവിനെ സൈഡിലേക്ക് മാറ്റി നിർത്തി മറ്റു പലതിനും പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്നു. നിന്റെ ദേശം വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ കുടുംബക്കാരെ വിടണം, എന്നിട്ട് നിന്റെ ദേശം വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്ത് നീ എന്ത് ചെയ്യണം? പോകണം. അബ്രഹാം അനുസരിച്ചു. അതുകൊണ്ടാണ് അപ്പസ്തോലൻ ചോദിച്ചത്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന രീതിയിലാണ്, അന്നത്തെ പോലാണ് ഇന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടോ? വിശേപ്രവചനം 41 അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, നീയോ എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നെടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അബ്രഹാമിന്റെ സന്തതിയെ. നാം അബ്രഹാമിന്റെ സന്തതിയാണോ? നാം അബ്രഹാമിന്റെ സന്തതിയാണോ? സ്തോത്രം. എങ്ങനെ അറിയാം? ഈ അബ്രഹാമുമായിട്ട് നമുക്കെന്ത് ബന്ധം? യഹൂദനുമായിട്ട് നമുക്കെന്ത് ബന്ധം? അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് യഹൂദന്മാരാണല്ലോ. അപ്പോൾ തന്നെ പലരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളും അബ്രഹാമിന്റെ സന്തതികളാണെന്ന്. എന്നാൽ നമുക്ക് ഈ ഭാഗ്യ പദവി എങ്ങനെയാണ് ലഭിച്ചത്? അബ്രഹാമിന്റെ സന്തതികളായി, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്കെങ്ങനെയാണ് വരുവാനിടയായി തീർന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവിൻ. ആരാണ്, കേൾക്കട്ടെ, ആരാണ് വിശ്വാസികൾ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടും വേർപാടോടും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്നവരാണ് വിശ്വാസികൾ. സംശയമുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ചാണ് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, ആർക്കാണ് അബ്രഹാമിന്റെ അനുഗ്രഹം? ആരാണ് അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുകയാണ്. പ്രസവിക്കാത്ത മച്ചയെ പൊട്ടിയാർക്കുക. ഇത് പ്രസവിക്കാതെ ജനിച്ച സന്തതികളാണ്. സ്തോത്രം. അപ്പോ ഇവിടെ പറയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മൾ ആരിലൊക്കെ വിശ്വസിക്കും? ദൈവത്തിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്? യേശുവിൽ മാത്രമാണോ വിശ്വസിക്കുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ബഹുദൈവ വിശ്വാസിയായിരുന്നു അബ്രഹാം. നിരവധി ദൈവങ്ങളെ ആരാധിച്ച ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു അബ്രഹാമിന്. അബ്രഹാമിന്റെ അപ്പനായ തേരഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മളെയും ദൈവം വിളിക്കുന്നത്. ആ വിളി നമ്മൾ മനസ്സിലാക്കണം. ബഹുദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നവരായിരുന്നു, അല്ലെ?
യേശു ഉണ്ടെങ്കിലും യേശു ഒരു സൈഡിൽ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് നേരെ നോക്കുവാൻ മറ്റു പലരുമുണ്ട്, മറ്റു പല സൈഡിലും പല ആളുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിസ്തീയ പേരിൽ ആമേൻ ക്രിസ്തുവിനെ ആരാധിച്ചത്. എന്നാൽ ഇന്ന് അതിന് മാറ്റം വരുവാൻ കാരണമെന്ത്? ആമേൻ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം. എന്തെന്നാൽ ഒരു ദൈവമേ നമുക്ക് ഉള്ളു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ എന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അവിടെ എഴുതി വെച്ചിട്ട് 1 തിമോത്തിയോസ് 2:5 എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിലാണ് വിശ്വസിച്ചത്. നമ്മൾ ആരിൽ വിശ്വസിക്കണം? ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കണം. അതാണ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞത്. ആരിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ടാകും. സ്തോത്രം. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യും? സൗകര്യപൂർവം അവരുടെ സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? യേശുവിനെ സൈഡിലേക്ക് മാറ്റി നിർത്തി മറ്റു പലതിനും പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്നു. സ്തോത്രം. അത് പാടില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ സന്തതികൾക്ക് മാത്രമേ, വിശ്വാസികൾക്ക് മാത്രമേ സ്വർഗത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസിയായി തീരണം. വിശ്വാസി ആരാണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ഒരു ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതവന് നീതിയായി കണക്കിട്ടു. നമ്മൾ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് നീതിയായി അത് കണക്കിടും. സ്തോത്രം. 7-ാം വാക്യം. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവിൻ. വിശ്വാസികളാണ് അബ്രഹാമിന്റെ. അവിടെ നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ദൈവം വിളിച്ചത് എന്താണ്? എന്റെ അബ്രഹാമിന്റെ സന്തതിയെ ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ലെന്നാണ് പറഞ്ഞത് അവിടെ, അല്ലേ? അങ്ങനല്ലേ നമ്മൾ അത് വായിച്ചത്? അബ്രഹാമിന്റെ സന്തതിയെ എന്ന് വിളിച്ചിട്ടാണ് ദൈവം അഭിസംബോധന ചെയ്തത്. യെശയ്യാ പ്രവചനത്തിലെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇത് ഫലത്തിൽ ഇത് ആരോടാണ്? നമ്മോടാണ് ഇത് പറയുന്നത്. അതിന്റെ തെളിവാണ് പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവിൽ. 8-ാം വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ആമേൻ, ഒരു യഹൂദനായി ജനിക്കേണ്ട കാര്യമില്ല, ഇസ്രായേലിൽ ജനിക്കേണ്ട, ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കേണ്ട കാര്യമില്ല. വിശ്വാസം മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ജനിക്കാൻ പറ്റും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീണ്ടും ജനനം പറ്റും. എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റും? ആമേൻ, ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കാൻ പറ്റും. ഒരു ഇസ്രായേലിനായി തീരാൻ പറ്റും, ഒരു വിശ്വാസിയായി തീരാൻ പറ്റും, അബ്രഹാമിന്റെ സന്തതിയാകാൻ പറ്റും. എന്ത്? ഒന്ന് വീണ്ടും ജനിച്ചാൽ മാത്രം മതി. ആ വിശ്വാസം മൂലം ജാതികളെ ദൈവം എന്ത് ചെയ്തു? നീതീകരിക്കുന്നു. നമ്മളൊക്കെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്യാണ്? വിളിച്ചതാണ്. സ്തോത്രം. ആണോ അല്ലയോ? സ്തോത്രം. അപ്പൊ അബ്രഹാമിൽ സകല ജാതികളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ദൈവം ഒരാളെയാണ് വിളിച്ച് വേർതിരിച്ചത്. അവനെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു എന്താണ്? ഭൂലോകത്തിലെമ്പാടും പിന്നീട് അനേക ജാതികൾ വരും. അതിന് അബ്രഹാമിന്റെ സന്തതിയായി യേശു വരും. യേശുവിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ലോകത്തിലെമ്പാടും കൂട്ടം കൂട്ടമായി ഉണരും. അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ എന്ത് വേണം? അബ്രഹാമിന്റെ അനുഗ്രഹം വേണം. ഒരിക്കൽ സത്യം ചെയ്തതാണ് ആര്? അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്നുള്ളത്. അന്ന് ചെയ്ത സത്യമാണ് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അന്ന് ചെയ്ത ആ സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. നിന്നിൽ സകല ജാതികളും
അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം. അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പോ ദൈവം യേശുക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവം സുവിശേഷം ആരോട് പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞു. എന്ത്? നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന് അന്ന് ദൈവം കൊടുത്ത സുവിശേഷത്തിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ആദ്യത്തെ വിശ്വാസി ആരാണ്? അബ്രഹാം. അബ്രഹാമും അബ്രഹാമിന്റെ സന്തതിയും എന്ത് ചെയ്തു? പരിച്ഛേദനയേറ്റു. അവർക്ക് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. പക്ഷേ നമുക്കെന്തില്ല? പരിച്ഛേദന നിയമമില്ല. പക്ഷേ ഉണ്ട്, നമുക്കും പരിച്ഛേദന നിയമമുണ്ട്. എവിടെ? ഹൃദയത്തിന്റെ പരിച്ഛേദന. ഹൃദയത്തിന്റെ പരിച്ഛേദന ഏൽക്കുന്ന നാം ദൈവവുമായിട്ടൊരു നിയമമാണ് ചെയ്യുന്നത്. അബ്രഹാം നിയമം ചെയ്തതുപോലെ. സ്തോത്രം. അപ്പൊ ആദ്യത്തെ വിശ്വാസി ആരാണ്? അബ്രഹാമാണ്. അപ്പൊ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ നമ്മളും എന്ത് ചെയ്യാണ്? വിശ്വാസികളായി മാറുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. എങ്ങനെ? വിശ്വാസത്താൽ. ആമേൻ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്? അബ്രഹാമിന് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായിരുന്നു? സ്തോത്രം. അബ്രഹാം ആമേൻ ബഹുസമ്പന്നനായി. അവൻ എന്ത് ചെയ്തു? ദൈവം വർദ്ധിപ്പിച്ചു. എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അപ്പൊ യഥാർത്ഥമായ വിശ്വാസികളായി മാറിയാൽ അബ്രഹാമിന്റെ ആമേൻ വിശ്വാസം പോലെ കർത്താവിനെ നാം വിശ്വസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. മന്ത്രവാദം ചെയ്യേണ്ട, കൂടോത്രം ചെയ്യേണ്ട, ക്ഷുദ്രങ്ങൾ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ യഥാർത്ഥമായ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീ യഥാർത്ഥമായ വിശ്വാസിയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്ക് ദൈവം തരും. അത് തരുന്നത് എന്തുകൊണ്ടാണ്? നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. വിശ്വാസത്തിന് എന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? നിർജീവമാണ്. അബ്രഹാം എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, എന്ത് ചെയ്തു? പ്രവൃത്തിയും താൻ തെളിയിച്ചു. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ താനെ യാഗം കഴിക്കുവാൻ തയ്യാറായി. എന്താണ്? വിശ്വാസത്തോടു കൂടിയാണ് ആ യാഗത്തിന് തയ്യാറായത്. അതിനെന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്. ഇസ്ഹാക്കിനെ എന്ത് ചെയ്യണം? കൊല്ലണം. ഇസ്ഹാക്കിനെ കൊല്ലുവാൻ വേണ്ടി യാഗം കഴിക്കാൻ കത്തി നീട്ടി. ദൈവം എന്ത് ചെയ്തു? തടഞ്ഞു. അരുത് എന്ന് പറഞ്ഞു. കാരണം അബ്രഹാമിന് വിശ്വാസം മാത്രമല്ല, തന്റെ ജീവിതത്തിൽ പ്രവൃത്തി കൂടി ഉണ്ടെന്ന് തെളിയിച്ചു. തന്നെയല്ല, തന്റെ പ്രവൃത്തി എന്താണ്? തന്നോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, എന്ത്? നീ നിന്റെ ദേശം വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ കുടുംബക്കാരെ വിടണം. എന്നിട്ട് നിന്റെ ദേശം വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്ത് നീ എന്ത് ചെയ്യണം? പോകണം. അബ്രഹാം അനുസരിച്ചു. ഒന്നും കണ്ടില്ല. കാണാത്തതിനെ ഉള്ളതുപോലെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. തന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് താൻ എണ്ണി. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ അബ്രഹാം എന്ത് ചെയ്തു? നിരവധി പ്രവൃത്തികൾ അബ്രഹാം ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. ഈ അനുഗ്രഹം ഈ അബ്രഹാമൻ വിശ്വസിച്ചത് നിമിത്തം, പ്രവർത്തിച്ചത് നിമിത്തം, വിശ്വാസത്തോടെ പ്രവർത്തിച്ചത് നിമിത്തം അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം നമുക്കെങ്ങനെ കിട്ടി?
അതാണ് ആമേൻ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആര്? യേശു. മരത്തിന്മേൽ 13-ാം വാക്യം അല്ലെ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ആമേൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിലെ വാക്യമാണ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ എന്താണ്? ശപിക്കപ്പെട്ടവൻ. പക്ഷേ ആ ശാപം ആരുടെ ശാപമാണ്? നമ്മുടെ ശാപം. യേശു ശപിക്കപ്പെട്ടവനല്ല, യേശു പാപമില്ലാത്തവൻ. മാനവജാതിയുടെ പാപം തന്റെ ശരീരത്തിൽ വഹിച്ച് പാപമില്ലാത്ത ശരീരത്തിൽ പാപത്തെ മുഴുവൻ ഏറ്റെടുത്ത് അവൻ താൻ കാൽവരി ക്രൂശിൽ ഒരു ശാപമായി മാറി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അവിടെ യേശു ഒരു പ്രവൃത്തി ചെയ്തു. എന്ത് ചെയ്തു? സ്തോത്രം. നമ്മുടെ ശാപം മുഴുവനും എന്ത് ചെയ്തു? അവൻ താൻ ഏറ്റെടുത്തു, താൻ ക്രൂശിക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? അബ്രഹാമിന് ദൈവം കൊടുത്ത ആദ്യത്തെ സുവിശേഷം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം നിറവേറിയത് യേശു കാൽവരി ക്രൂസിൽ ശാപമായപ്പോഴാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ആ അനുഗ്രഹം നമുക്ക് സിദ്ധിച്ചത്, ലഭിച്ചത് യേശു അങ്ങനെ ശാപമായതുകൊണ്ടാണ്. അതാണ് അവിടെ പറയുന്നത്. വായിച്ചാട്ടെ. ആമേൻ. അത് ഒന്നുകൂടെ 13-ാം വാക്യം വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി? നമ്മെ വിലയ്ക്ക് വാങ്ങി. ആര് വാങ്ങി? കർത്താവ് വിലയ്ക്ക് വാങ്ങിയെന്ന്. എന്തുകൊണ്ട് വാങ്ങി? രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. എന്തിൽ നിന്ന് വാങ്ങി? ന്യായപ്രമാണത്തിന്റെ പ്രകാരം നമ്മളെല്ലാം ശാപത്തിന് കീഴിലായിരുന്നു. ദൈവത്തിന്റെ അടുത്തോ നിത്യതയിലോ സ്വർഗത്തോ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ യോഗ്യതയില്ലാതെ കിടന്നവരായിരുന്നു നമ്മളെ. യേശുക്രിസ്തു അവൻ മുഖാന്തിരം പിതാവായ ദൈവം അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതിന് യേശു ശാപമായി മാറി. ക്രൂശിൽ നമ്മുടെ ശാപത്തെ അവൻ വഹിച്ചു. സ്തോത്രം. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ആമേൻ. അപ്പൊ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? അന്ന് അനുഗ്രഹിച്ചു. അന്ന് ദൈവം പറഞ്ഞു, നിന്നാൽ സകല ജാതികളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അതിലൊരു ജാതി ആയിരുന്നു നമ്മൾ. അപ്പൊ നമുക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരികയാണ് ആര്? ദൈവം. ദൈവം നമ്മളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അനുഗ്രഹിക്കാൻ. എന്തിനാണ്? അപ്പൊ ഇതാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? തള്ളിക്കളയുന്നത്. സ്തോത്രം. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം. അത് ലഭിക്കുന്നതിന് ദൈവം നോക്കിയപ്പോൾ ആര് ഭൂമിയിൽ വന്നെങ്കിലേ പറ്റൂ? യേശു വന്നെങ്കിലേ പറ്റൂ. യേശു വന്നത് എനിക്ക് നിനക്കും വേണ്ടിയാണ്. നീ പിന്നെ യേശുവിനെ തള്ളിക്കളയുന്നത് എന്ത്? അബ്രഹാമിന്റെ അനുഗ്രഹം യഥാർത്ഥമായി നിനക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുവാണ് നിനക്ക് വേണ്ടത്. ആ യേശുവാണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത്. ആ യേശുവിനെയാണ് നീ ആരാധിക്കേണ്ടത്. സ്തോത്രം. 14-ാം വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അബ്രഹാമിന്റെ അനുഗ്രഹം ലഭിക്കും.
അതിലും വിശേഷമായ ഒരു വാഗ്ദത്തമുണ്ട് ദൈവത്തിന്റെ. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ആത്മാവെന്ന വാഗ്ദത്തം. യേശു പറഞ്ഞു, ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ ഞാൻ പിതാവ് ഇങ്ങോട്ട് അയക്കും, അവൻ നിങ്ങൾക്ക് എല്ലാം ഉപദേശിച്ചു തരും. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആ വാഗ്ദത്തത്തിൽ അബ്രഹാമിന്റെ ആദ്യത്തെ വാഗ്ദത്ത സന്തതിയാകുന്ന യഹൂദൻ അത് കഴിയാതെ ഇരിക്കുമ്പോൾ ജാതികളെ നമ്മളെ വിളിച്ചു കൊണ്ടുവന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ തന്നിട്ട് വിലപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സ്തോത്രം, സ്നേഹം ഭയങ്കരമാണ്. ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വിശ്വാസത്താൽ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? അതുകൊണ്ടാണ് അപ്പസ്തോലൻ ചോദിച്ചത്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന രീതിയിലാണ്. അന്നത്തെ പോലാണ് ഇന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ചേർന്ന് പ്രാപിക്കണം. അതിന് വാഗ്ദത്തമാണിത്. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുക സൗജന്യമായി. 5 പൈസ കൊടുക്കണ്ട, അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. ഏത് സമയത്തും നീ ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ തരും. അതിനെ നീ പ്രാപിക്കണം. അത് വിശ്വാസികൾക്കുള്ളതാ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നാം അബ്രഹാമിനോട് കൂടെ വിശ്വാസികളായി തീർന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ നമുക്കും തന്നു. നാം അങ്ങനെ ആത്മാവിലും ഭൗതികമായും ആത്മാവിന് സമ്പന്നനാകേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന വലിയ വാഗ്ദത്തത്തെയും നമുക്ക് തന്നു. അത് നാം എന്ത് ചെയ്യണം? പ്രാപിക്കണം. അത് പ്രാപിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി എന്ത് ചെയ്യും? മാറും. നമ്മുടെ സ്ഥിതി മാറും. അപ്പൊ എന്ത് വേണം? 14-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം. അബ്രഹാമിന്റെ ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് എങ്ങനെയാണ് ഇത് പ്രാപിക്കുന്നത്? വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൽ നീ ആയിത്തീർന്നാൽ എന്ത് നിനക്ക് ലഭിക്കും? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. അത് നീ പ്രാപിക്കണം. ഈ നാളുകളിൽ നീ അത് പ്രാപിക്കുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരും. നിന്റെ രോഗങ്ങൾ മാറും. നിന്റെ ഞെരുക്കങ്ങൾ മാറും. സ്തോത്രം. വലിയ അനുഗ്രഹം നിന്നെ തേടി വരുവാൻ ഇടയായിത്തീരും. നീ അനുഗ്രഹം തേടിപ്പോകേണ്ട കാര്യമില്ല. അനുഗ്രഹം നിന്നെ പിന്തുടരും. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ അനുഗ്രഹം നിന്നെ തേടി വരും. നീ അനുഗ്രഹം തേടിപ്പോകേണ്ട കാര്യമില്ല. സ്തോത്രം.